Hello guys, welcome back to my YouTube channel. This is Asta A and you watching Asnatus Vlogs. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കിടിലൻ വ്ലോഗ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നിങ്ങൾ ടൈറ്റിൽ തമ്മിലേക്ക് കണ്ട പോലെ നമ്മൾ നോമ്പുതുറ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വെക്കേഷൻ ഒക്കെ അല്ലേ, എന്തൊക്കെയാ പരിപാടി താഴെ കമന്റ് ചെയ്യാം കേട്ടോ. നോമ്പിന്റെ ഫസ്റ്റ് ഡേ തന്നെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചാണ്, നോമ്പൊക്കെ വെച്ചിട്ട് ക്ഷീണത്തിലായതുകൊണ്ട് എടുത്തില്ല. അപ്പോൾ ഇന്ന് 6ാമത്തെ നോമ്പാണ്. അപ്പൊ നമ്മുടെ അമ്മ എന്തൊക്കെയോ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നുണ്ട്. അതൊക്കെ എന്താക്കിയാ നോക്കാം കേട്ടോ. പിന്നെ നേരെ വീഡിയോയിലേക്ക് കടക്കാം. കടക്കുന്ന മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും മോജിലും പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഗൈസ്, അപ്പൊ അമ്മ ഉരുളക്കിഴങ്ങ് ബജി ഉണ്ടാക്കാൻ വേണ്ടി ഉരുളക്കിഴങ്ങ് തൊലി ചെത്തിയിട്ട് ഇതാ ഇങ്ങനെ റൗണ്ട് ആയിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഗൈസ് ഉരുളക്കിഴങ്ങ്. എന്നിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ല കഴുകി എടുത്തിട്ട് നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ ഗൈസ് ഉരുളക്കിഴങ്ങ്. ഹായ് പറീ. ഗൈസ്, അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഉരുളക്കിഴങ്ങ് വെന്ത ശേഷമാണ് ബജി ഉണ്ടാക്കുക. ഗൈസ്, അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവുന്ന മുമ്പേ നമ്മുടെ ബജിമാവ് ഇവിടെ തയ്യാറാക്കി എടുക്കണം. ആദ്യം ബജിമാവ് ഇവിടെ ഇട്ടിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക്. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ബജിമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ടേ. നല്ല പേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സെറ്റായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അടുത്തത് അമ്മ ഉണ്ടാക്കാൻ പോകുന്നത് പഴംപൊരിയാണ്. അപ്പോൾ അമ്മ തൊലിയൊക്കെ മാറ്റിയിട്ട് ഇതാ പഴം നൈസായിട്ട് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അനിയന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പഴംപൊരി. അതാണ് നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്നത്. അത് എല്ലാ ദിവസവും പഴംപൊരി ഉണ്ടാക്കും കേട്ടോ ഞങ്ങൾ. ഇനി ഞാൻ സർബത്ത് ഉണ്ടാക്കാൻ പോവാണ്, നന്നാരി സർബത്ത്. അപ്പം ഗൈസ്, അപ്പം ഞാൻ നന്നാരി സർബത്ത് ഉണ്ടാക്കാൻ പോവാണ്. ഇതാ നമ്മുടെ നന്നാരി, ഹോം മെയ്ഡ് നന്നാരി കാച്ചിയതാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, പെട്ടെന്ന് പോയി കാണും കേട്ടോ. ഗൈസ്, നമുക്ക് കസ്കസ് ഊറാനിടണം. 1 സ്പൂണാണ് ഇടണത്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഗൈസ്, അപ്പോൾ അമ്മ പഴംപൊരിക്കുള്ള മാവ് ഇവിടെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. മൈദ മാവും പിന്നെ കുറച്ച് പഞ്ചസാരയും പിന്നെ ഒരു യെല്ലോ കളർ പൊടിയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് മാവ് നല്ലപോലെ കുഴച്ചെടുക്കണം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത് തലിക്കനിക്കുള്ള തേങ്ങാപ്പാൽ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, നമ്മൾ അടുത്തത് ഉണ്ടാക്കാൻ പോകുന്നത് തരിക്കഞ്ഞിയാണ്. ഗൈസ്, നരിക്കഞ്ഞി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗായ്സ്, അപ്പോൾ നമ്മുടെ തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ഐറ്റം എന്താ നോക്കാം.
ഗൈസ് അപ്പോൾ പൊക്കവരയ്ക്കും ബജിക്കൊക്കെ ഞങ്ങൾ സ്പെഷ്യൽ ചട്നി ഉണ്ടാക്കും കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ചട്നിയാണ് തേങ്ങ ചട്നി. ഇത് അമ്മ അവിടെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഗ്രീഡിയൻസ് നമ്മുടെ തേങ്ങക്കൊത്ത് കുറച്ചിട്ട് കൊടുക്കാം, പിന്നെ മല്ലിത്തള കുറച്ചിട്ട് കൊടുക്കാം, പിന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, പിന്നെ 2 ചെറിയ പച്ചമുളക്, പിന്നെ കുറച്ച് പൊരികടല, പിന്നെ 1 സ്പൂൺ ഉപ്പ്. ഇനി നല്ലപോലെ ക്രഷ് ചെയ്തെടുക്കണം. ഗായ്സ് സ്പെഷ്യൽ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഗായ്സ് ഇനി അടുത്തത് ഞാൻ മാംഗോ ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 2 പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഗായ്സ് അപ്പം അമ്മ മാംഗോ ജ്യൂസിനായിട്ട് മാംഗോസ് ഇങ്ങനെ തൊലി ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇങ്ങനെ പീസായിട്ട് കട്ട് ചെയ്ത് നമ്മുടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഗായ്സ് നമ്മൾ 2 മാങ്ങ ഇവിടെ തൊലി ചെത്തി നല്ല പീസായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അത് നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് ഗായ്സ് മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലപോലെ അടിച്ചെടുക്കാം. ഇനി നമുക്ക് മാംഗോ ജ്യൂസ് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രഷ് മാംഗോ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തൊരു ബൗളിലേക്ക് ഇത് മാറ്റാം. വാവ്, അടിപൊളിയായിട്ടുണ്ട്. ഗായ്സ് നമ്മുടെ മാംഗോ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പഴംപൊരി ചുടാൻ പോവാണ്. ഗായ്സ് നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഉരുളക്കിഴങ്ങ് ബജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഗായ്സ് ഞങ്ങൾ 2 കടിയാണ് ഉണ്ടാക്കിയത്. ഒന്ന് ഉരുളക്കിഴങ്ങും ബജിയും പിന്നെ പഴംപൊരി ആണ്. 2 ഐറ്റംസും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഏതൊക്കെ ഐറ്റംസ് കാണിച്ചു തരാം. ഇത് ഉരുളക്കിഴങ്ങും ബജിയാണ് കേട്ടോ. ഇത് നമ്മുടെ പള്ളിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്, പള്ളിക്കഞ്ഞിയാണ്. ഇത് നന്നായി സർബത്താണ് കേട്ടോ. ഇത് തരിക്കഞ്ഞി. ഇത് നമ്മുടെ സ്പെഷ്യൽ ചട്നി. പിന്നെ ഇത് നമ്മുടെ മാംഗോ ജ്യൂസ്. ഇത് പഴംപൊരിയാണ് കേട്ടോ. പിന്നെ കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി കസ്കസ് നമ്മൾ ഊറാനിട്ടു. സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ സർബത്തിലിടണം കേട്ടോ.
നമുക്ക് നന്നായി സർബത്ത് കുടിക്കാം. നമുക്ക് ഈ ബജികളൊക്കെ കഴിക്കാം. അപ്പൊ അത്ത അമ്മക്ക് നോമ്പ് തുറന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പൊ അനിയനും ഉണ്ട്, അതിന് മുമ്പേ അവൻ തുറന്നു കിട്ടും ഗൈസ്. നമുക്ക് ബജി എടുക്കാം. ബജി ഒരു നമ്മുടെ സ്പെഷ്യൽ ചട്നി നമുക്ക് കഴിക്കാം. അപ്പൊ ഞാൻ പള്ളിക്കഞ്ഞി കുടിക്കാൻ പോവാണ്. ഗായ്സ് അപ്പൊ ഇനി നമുക്ക് മാംഗോ ജ്യൂസ് ടേസ്റ്റ് ചെയ്യാം. കസകസും കൂടി ഇട്ടപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തത് കരിക്കഞ്ഞി ടേസ്റ്റ് ചെയ്യാം. ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഉരുളക്കിഴങ്ങ് മതി. ഗായ്സ് ഞാൻ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞു. ഇനി നിസ്കരിക്കണം. അപ്പൊ ഇനി ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക, ഉറപ്പായിട്ട് തന്നെ ഫോളോ ചെയ്യുക. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ബൈ ഫ്രം അസ്ന. ബൈ ബൈ.